ഫ്രണ്ട്സ്, റമദാൻ മുബാറക്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചൈനീസ് ചിക്കൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യേണ്ടതാണ്. ആദ്യം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കനൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വേകുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാബേജാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ട് അത് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കനാണ്. അതും അപ്പോൾ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടത്. ചിക്കൻ അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കനൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം. ചിക്കൻ പൊരിക്കാൻ ആവശ്യമായിട്ട് ഞാൻ 1/4 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇനി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇതിൽ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ പൊരിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനൊക്കെ എടുത്ത് പൊരിച്ചെടുക്കുക. ചിക്കനൊക്കെ അപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം എടുത്ത് വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 5 ഗാർലിക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ ഒരു പച്ചക്കറികളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതാണിപ്പോൾ ചൈനീസ് ചിക്കൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്